കുറിച്ചുള്ള ഓർഗാനിക് കൃഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെലവേറിയതും വളരെ പ്രയാസകരമുള്ളതാണ്. ചില കീടങ്ങളെയൊക്കെ ആക്രമിക്കുന്ന വലിയ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഒരു കർഷകന് ജൈവ വളം ഉപയോഗിച്ച് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് അവരെ കൃഷി സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കീടങ്ങൾ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അപ്രായോഗികമാണ് ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ. അതുകൊണ്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന് ഈ കൃഷിപാഠത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഒരു കറിവേപ്പിലയോ ഒരു പച്ചമുളകിന്റെ തൈയോ ഒരു ചീരയുടെ തണ്ടോ ഏതെങ്കിലും ഒന്ന് നട്ടു വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലവൽക്കരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവും, അത് ഞങ്ങൾ എല്ലാവരും കൂടി പരിഹരിച്ചു തരാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഫീൽഡിൽ ഇറങ്ങി കൃഷി കാണാൻ വന്നിട്ടുള്ള ഒരു സന്ദർഭത്തെ നേരത്തെ ബഹുമാന്യനായ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറായിട്ടുള്ള സ്മിത ബാബു, നമ്മുടെ നാട്ടിലെ തിരുവമ്പാടി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള സുനീർ മുക്കാലം, ചെയ്യുന്ന ഗിരീഷ് സാറ്, നിങ്ങളുടെ എല്ലാവരുടെയും മാംസ് ആയിട്ടുള്ള അധ്യാപകരായിട്ടുള്ള റിയാസാണ്, എല്ലാവർക്കും ഈ കൃഷിപാഠം പദ്ധതിയിലേക്ക് എത്തിപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകുകയാണ്. വളരെയധികം തിരക്ക് പിടിച്ച നമ്മുടെ പ്രസിഡന്റ് പ്രത്യേകിച്ച് ഒരു 5 മിനിറ്റ് സാറ് ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ഇവിടെ എത്തിപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെയാണ് നമ്മുടെ വാർഡ് മെമ്പർ, ഇന്ന് ഞങ്ങളുടെ വാർഡിന്റെ ഗ്രാമസഭയുള്ള ദിവസമാണ്. നല്ല തിരക്കുണ്ട്. എല്ലാവരെയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൃഷിപാഠം പദ്ധതി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇവിടെ പറഞ്ഞു, കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് അറിയാൻ ഉള്ള ത്വര, അത് പഠിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ അധ്യാപകർ കൃഷിപാഠം എന്നുള്ള ഈ ഒരു പദ്ധതി നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളിലുള്ള അറിവ് പ്രസിഡന്റോട് പറഞ്ഞു, 1942 തിരുവമ്പാടി കുടിയേറ്റ മേഖലയിൽ വന്നിട്ടുള്ള 15-16 കുടുംബങ്ങളിൽ നിന്നും ഓരോരുത്തരായി കൃഷി എന്നുള്ള ഭാഗത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്.